നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മാപ്രാണത്ത് നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിറകിൽ സ്കൂട്ടർ ഇടിച്ച് ഗൃഹനാഥന് ദാരുണാന്ത്യം. അപകടം മക്കളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ. ആലങ്ങാട് VFPCK സ്വാശ്രയ കർഷക സമിതിയുടെ 26ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. AISF പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KA അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു. മധ്യവേനൽ അവധിക്ക് വിട പറഞ്ഞ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സ്കൂൾ വിപണിയും സജീവമായി. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് പള്ളിയിൽ നിന്നും മടങ്ങും വഴി നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിറകിൽ സ്കൂട്ടർ ഇടിച്ച് ഗൃഹനാഥൻ മരിച്ചു. മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിക്ക് സമീപം ഞായറാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. മാപ്രാണ സ്വദേശിയായ കുറ്റിക്കാടൻ വീട്ടിൽ 43 വയസ്സുള്ള ഷൈജു ആണ് മരിച്ചത്. ഇടവക ദിനാചരണത്തിന്റെ ഭാഗമായി മാപ്രാണം പള്ളിയിലെ പരിപാടികൾ കഴിഞ്ഞ് ഭാര്യയെയും ഒരു കുട്ടിയെയും സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയതിനു ശേഷം മറ്റ് 2 കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം. റോഡരികിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ചു കയറുകയായിരുന്നു. അപകട സമയത്ത് മഴയുണ്ടായിരുന്നു. അപകടത്തിൽ ഷൈജു മരണപ്പെടുകയും കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ എഡിൻ എന്ന കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറച്ചു ദിവസങ്ങളായി റോഡരികിൽ കേടായതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് അപകട സൂചനകൾ നൽകുന്ന റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിരുന്നില്ല എന്ന ആക്ഷേപവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ആലങ്ങാട് VFPCK സ്വാശ്രയ കർഷക സമിതിയുടെ 26ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് PC ജോർജ് അധ്യക്ഷനായി. VFPCK ജില്ലാ മാനേജർ AA അംജ മികച്ച കർഷകനെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ് വിലവ്യത്യാസ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാശ്രയ സംഘങ്ങളിലെ മികച്ച കർഷകർക്കുള്ള പുരസ്കാരം കൃഷി ഓഫീസർ ദീപ സഞ്ജിത്ത് വിതരണം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഡെപ്യൂട്ടി മാനേജർ അനുപമ രാജ അനുമോദിച്ചു. അസിസ്റ്റന്റ് മാനേജർ ഡയാന പോൾ, സമിതി ട്രഷറർ KJ മാത്യു എന്നിവർ പ്രസംഗിച്ചു. വനിതകളെ രംഗത്ത് കൊണ്ടുപോകാൻ വേണ്ടി വനിതാ കർഷകരെ ആദരിക്കുന്നുണ്ട്, കുട്ടികളെ ആദരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മേഖലയിലും അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ പ്രൊജക്റ്റുകൾ വെക്കുന്നു, അവരെ ആദരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കർഷക ദിനം വളരെ സമുചിതമായി ആഘോഷിച്ചുകൊണ്ട് പല പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ സംഘങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന കമ്മിറ്റി അംഗങ്ങളും മുൻകാല പ്രസിഡന്റുമാരും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന പ്രസിഡന്റും പുതിയ ട്രഷററും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും എല്ലാവർക്കും VFPCKയുടെ പേരിൽ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കർഷക സുഹൃത്തുക്കളും ഏകദേശം 43 ടണ്ണിന്റെ കൂടുതലും അതുപോലെ തന്നെ ടേൺ ഓവർ നോക്കിയാലും ഏതാണ്ട് 10 ലക്ഷത്തോളം കൂടുതൽ നമുക്ക് ഈ വർഷം സമിതിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു അടുത്ത വർഷമെങ്കിൽ കൂടുതൽ നല്ല രീതിയിൽ പോകാൻ സമിതിക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ സമിതിയുടെ ഇൻപുട്ട് സെന്റർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 90 ലക്ഷത്തോളം ഇൻപുട്ട്. ഇപ്പോ ഏകദേശം പച്ചക്കറിക്കൊക്കെ ചെറിയൊരു വില വ്യത്യാസം വന്നത് കൊണ്ട് തന്നെ എല്ലാ കർഷകരുടെയും മുഖത്തൊരു ചെറു പുഞ്ചിരിയുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു വേവലാതി ഉണ്ടെന്നറിയാം. കാലാവസ്ഥാ വ്യതിയാനം വന്നതിന്റെ മാറ്റം. പക്ഷെ ഈ റിപ്പോർട്ട് വായനയിൽ ഒക്കെ മനസ്സിലായപ്പോൾ ഒരുവിധം എല്ലാ പദ്ധതികളും നമ്മുടെ സമിതിയിൽ നടപ്പിലാക്കി വരുന്നു. അത്യാവശ്യം ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, എല്ലാ പദ്ധതികളും ഇവിടെ നടപ്പിലാക്കി വരുന്നുണ്ട്. പല സമിതികളിലും ഇപ്പൊ ഞാൻ ഇവിടെ വായിച്ചു കേട്ടു 1 കോടിയുടെ അടുത്താണ്, 1 കോടിയോളം രൂപയാണ് ഇവിടെ വിറ്റുവരവ് കായ ഔട്ട്പുട്ടിലുള്ളത്. മുൻകൈ എടുത്തിട്ടുള്ള ഇതിന്റെ എല്ലാ ഭാരവാഹികളെയും അതുപോലെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റ് ഈ സമിതി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന എല്ലാ കർഷകരെയും ഇതിന്റെ ഭാരവാഹികളെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. പിന്നെ ഞാൻ കൃഷിഭാഗ സ്കീമുകളെ പറ്റിയിട്ട് അധികം
പറഞ്ഞ സമയം കളയുന്നില്ല. AISF പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KA അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും മാതൃകയാകണമെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. ചടങ്ങിൽ വസുദേവ് അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, മണ്ഡലം സെക്രട്ടറി VN അനീഷ്, കേരള മഹിളാ സംഘം സെക്രട്ടറി രാജി രാജൻ, CPI അളകപ്പനഗർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി VK അനീഷ്, രോഹിത് എന്നിവർ പ്രസംഗിച്ചു. 13 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി KM അഭിജിത്തിനെയും പ്രസിഡന്റായി വസുദേവിനെയും തെരഞ്ഞെടുത്തു. ആരോഗ്യരംഗത്ത് സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യവുമായി എയ്സ് ഹോസ്പിറ്റൽ വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്ത് പ്രവർത്തനം ആരംഭിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ എയ്സ് ഹോസ്പിറ്റൽ നാടിന് സമർപ്പിച്ചു. ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ലബോറട്ടറി പഞ്ചായത്ത് അംഗം ബിന്ദു പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബിന്ദു പ്രിയൻ, ഷൈജു പട്ടിക്കാട്ടുകാരൻ, KVV ES യൂണിറ്റ് പ്രസിഡന്റ് ഡേവിസ് വില്ലേടത്തുകാരൻ, ഡോക്ടർ ജോബൻ ലോയിസ്, കെട്ടിട ഉടമ പീയൂഷ് പല്ലാട്ട് എന്നിവർ പ്രസംഗിച്ചു. ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർമാരായ KK അൻവർ സാദത്ത്, K മുജീബ് റഹ്മാൻ, K മുഹമ്മദ് അർഷദ, KT അഷ്കർ, മാനേജർ അമീനുൽ സിദാൻ എന്നിവർ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരുന്നു. ലാബ്, ECG, ഫാർമസി, നെബുലൈസേഷൻ തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് എയ്സ് ഹോസ്പിറ്റൽ കുട്ടോളിപ്പാടത്തിന് സമീപം വരന്തരപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതാണ്. ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ ഹോസ്പിറ്റൽ തുറന്നു പ്രവർത്തിക്കുന്നതാണ്. കുട്ടികളിലും മുതിർന്നവരിലും മറ്റു ജനറൽ വിഭാഗങ്ങളിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളിലും പരിചയസമ്പന്നനായ ഡോക്ടർ ജോബൻ ലൂയിസ് MBBS ആണ് എയ്സിന് നേതൃത്വം നൽകുന്നത്. ആതുര സേവന രംഗത്ത് ഏറ്റവും പരിചയസമ്പത്തുള്ള സ്റ്റാഫുകളും ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയാണ്. ആധുനിക മിഷനറികളുടെ സഹായത്തോടെ പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ നടത്തപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ രാത്രി 10 മണി വരെ ലാബ് തുറന്നു പ്രവർത്തിക്കുന്നതാണ്. ഓരോ വ്യക്തികളും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ജനറൽ ചെക്കപ്പ് വെറും 350 രൂപ പാക്കേജിൽ നടത്തപ്പെടുന്നു. പ്രമേഹ രോഗികൾ വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും നടത്തേണ്ട പരിശോധന കുറഞ്ഞ പാക്കേജിൽ വെറും 750 രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്നു. രോഗം വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പക്ഷേ രോഗം വന്നാൽ ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ ഒരു സ്ഥാപനം എയ്സ് എന്ന പേരിലൂടെ പ്രവർത്തിക്കുന്നത് ആ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുഖ്യം തന്നെയാണ്. അല്ലാതെ ഇതൊരു വലിയ ബിസിനസ് സംരംഭമൊന്നുമല്ല. നമ്മളോട് ചേർന്ന് വർഷങ്ങളോളം പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് പ്രൊമോഷനും അവരെ കൂട്ടുപിടിച്ചും അവരെ പാർട്ട്നേഴ്സ് ആക്കിയിട്ടും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ സേവനം അനുഷ്ഠിക്കുന്ന ഒരു സ്ഥാപനം ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമുക്കറിയാം എല്ലാവർക്കും ആഗ്രഹം രോഗമില്ലാത്തൊരു അവസ്ഥയാണ്. എന്നിരുന്നാലും നമ്മൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു രോഗം ഉണ്ടാവും. നമുക്കൊന്നില്ലെങ്കിൽ ഷുഗർ, പ്രഷർ, ഇരിക്കുന്ന ആർക്കും എല്ലാവർക്കും ഏതെങ്കിലും ഒരു അസുഖം ഉണ്ടാവും. ദേശത്ത് എയ്സ് എന്ന ഒരു ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് നമ്മൾ സാധാരണ കിടപ്പ് രോഗിക്ക് ഒരു സഹായം നമ്മുടെ ഇവിടെ ഏതൊക്കെ ഹോസ്പിറ്റലുണ്ടെങ്കിൽ കിട്ടാറില്ല. കിടപ്പ് രോഗികളെ വീട്ടിൽ പോയി ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മരണം സ്ഥിരീകരിക്കാൻ പോലും നമുക്കൊരു ഡോക്ടറെ കിട്ടാത്ത അവസ്ഥയാണ് നമ്മുടെ വർക്കർകളെ സംബന്ധിച്ചിടത്തോളം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 35 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം നമ്മുടെ വരന്തരപ്പള്ളിയിൽ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത്. പെട്ടെന്ന് വരന്തരപ്പള്ളിയുള്ളവർക്ക് ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഓടിയെത്താവുന്ന രീതിയിലുള്ള എത്രയും പെട്ടെന്ന് രോഗിയെ എടുത്തെത്താവുന്ന രീതിയിലുള്ള ഹോസ്പിറ്റലോ അല്ലെങ്കിൽ തന്നെ ഡോക്ടർമാരോ നമ്മുടെ ഈ വരന്തരപ്പള്ളിയിൽ. ഈ ഹോസ്പിറ്റൽ തുടങ്ങിയ ഈ ഇവിടുത്തെ നാട്ടുകാർക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നതിൽ നിന്ന് മനസ്സിലായി. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ ഒരാളായിട്ട് ഞാനിപ്പോഴും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ ഈ വരന്തരപ്പള്ളിയുടെ ആരോഗ്യരംഗത്ത് വലിയൊരു കൈത്താങ്ങാവട്ടെ ഈ സ്ഥാപനം എന്ന് അറിയിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആരോഗ്യരംഗത്ത് നിങ്ങൾക്കൊപ്പം എയ്സ് ഹോസ്പിറ്റൽ വരന്തരപ്പള്ളി. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7510680303. മറ്റൊരു ഫോൺ നമ്പർ 9495607498.
കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാനാണ് പരിപാടി ഒരുക്കിയത്. കെ മുരളീധരൻ MP അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു, അളഗപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി, ഹേമലത സുകുമാരൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻഡോ ജോൺസൺ, ഗ്രാമീൺ വെൽഫെയർ സംഘം പ്രസിഡന്റ് സുനിൽ മുളങ്ങാട്ടുകര, ഷന്നി പനോക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് KPCC ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ P. സരിൻ നയിച്ചു. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച സബ്ജക്റ്റ് കിട്ടിയില്ലെങ്കിൽ വേറെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് വെറുതെ വീട്ടിലിരിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് SSLC പാസ്സായ കുട്ടികളുടെ +2 പാസ്. പക്ഷെ ഇതല്ലല്ലോ നിങ്ങളുടെ ഭാവി വരെ കിട്ടുക. നിങ്ങൾ ഈ സിറ്റുവേഷനുകൾ എങ്ങനെ അറിയും? കേരള പാടൻ സമാജം കൊടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് KA കുട്ടൻ പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PR രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP ബാലൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി N രവീന്ദ്രൻ, സംസ്ഥാന ട്രഷറർ ബിന്ദു സുനിൽകുമാർ, യൂണിറ്റ് ട്രഷറർ TB ജഗതി എന്നിവർ സന്നിഹിതരായി. LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മൂലംകുടം യൂണിറ്റിന്റെയും മറ്റത്തൂർക്കുന്ന് സുപ്രഭ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മഴമുത്ത് ഏകദിന ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. കാവനാട് നടന്ന ക്യാമ്പ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. സുപ്രഭ വായനശാല പ്രസിഡന്റ് PK അജയ് കുമാർ അധ്യക്ഷത വഹിച്ചു. വികസന സ്ഥിരം സമിതി അധ്യക്ഷ സനല ഉണ്ണികൃഷ്ണൻ, ഗ്രന്ഥശാല മറ്റത്തൂർ നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ എന്നിവർ മുഖ്യാതിഥികൾ ആയിരുന്നു. വായനശാല സെക്രട്ടറി PR കണ്ണൻ, പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി MK ബാബു എന്നിവർ പ്രസംഗിച്ചു. PR കണ്ണൻ, TM ശിഖാമണി, ഇന്ദ്രജിത്ത് കാര്യാട്ട് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കല്ലൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. മുകുന്ദപുരം താലൂക്ക് യൂണിയൻ തൃക്കൂർ കല്ലൂർ മേഖലാ പ്രതിനിധി നന്ദൻ പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷനായി. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി. A. നാരായണൻകുട്ടി, ഹേമലത സുകുമാരൻ, ഹിരൺദാസ്, അരവിന്ദാക്ഷൻ ചെറാല, ആദർശ്, ശരത്, NSS കരയോഗം ഭാവന വനിതാ സമാജം ഭാരവാഹികളായ ഗ്രീഷ്മ, രജീഷ, വിദ്യാർത്ഥികളായ സൂരജ് കോപ്പക്കാട്ടിൽ, ശ്രീനന്ദ ശ്രീവത്സൻ, അർച്ചന മംഗലത്ത്, പരമേശ്വരൻ കോപ്പക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ KCYM പള്ളിക്കുന്ന് അസംഷൻ ചർച്ച് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ KCYM പള്ളിക്കുന്ന് അസംഷൻ ചർച്ച് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ആദരവ് 2024 എന്ന പേരിൽ നടന്ന പരിപാടി ഇടവക വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. KCYM യൂണിറ്റ് പ്രസിഡന്റ് ഡാനിയൽ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ബിനോയ് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. KCYM ഭാരവാഹികളായ ആൽഫി പോൾ, ആൽവിൻ ജോസ്, ജോൺ മഞ്ഞളി, ആഞ്ചലോ, ആൽഫിൻ, ജോബി, ജോഷിയ, ലിൻസൺ എന്നിവർ നേതൃത്വം നൽകി. KCYM പുതുക്കാട് ഫൊറോന പ്രസിഡന്റ് ആൻ സാൻഡോ, ഫൊറോന സെക്രട്ടറി പ്രിൻസ് ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോജോ പിണ്ടിയാൻ, രജനി ഷിനോയ്, ഇടവക നടത്തുകൈക്കാരൻ ആന്റണി, ഡെനിൻ ബ്രദർ, സ്റ്റിക്സൺ ബ്രദർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡിലെ വിദ്യാർത്ഥികളെ വാർഡ് അംഗത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന സദസ്സ് വാർഡ് അംഗം PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് അംഗം രാജി രാജൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഡോക്ടർ ജിനേഷ് J. മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. VR രാജൻ, KV ദീപ, രതി സുരേന്ദ്രൻ, ശ്യാമള എന്നിവർ പ്രസംഗിച്ചു. +2 CBSE പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ചാലക്കുടി CKM NSS സ്കൂൾ വിദ്യാർത്ഥിയും ഒമ്പതുങ്ങൽ ഊട്ടോലി സജിൽ കുമാർ രജനി ദമ്പതികളുടെ മകൻ നിർമ്മൽ,
പുതുക്കാട് സെന്റ് ആന്റണീസ് സ്കൂൾ വിദ്യാർത്ഥിയും മുരിക്കിങ്ങൽ തെങ്ങുന്തറയിൽ സജീവൻ സുനിത സജീവൻ ദമ്പതികളുടെ മകളുമായ വൈഷ്ണവി CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കോടാലി SN വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥിനിയും കോടാലി കരോടൻ വീട്ടിൽ ബാബു രഞ്ജിനി ദമ്പതികളുടെ മകളുമായ കീർത്തന എന്നിവരെയുമാണ് അനുമോദിച്ചത്. വെള്ളിക്കുളങ്ങര SHO M സുജാതൻ പിള്ള, ജില്ലാ സീനിയർ ജിയോളജിസ്റ്റ് AK മനോജ്, വെള്ളിക്കുളങ്ങര പോലീസ് SI M അഫ്സൽ, ജനമൈത്രി സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, UM സുനിൽകുമാർ, സബീർ, TV സിജു എന്നിവർ പ്രസംഗിച്ചു. മധ്യവേനൽ അവധിക്ക് വിട പറഞ്ഞ് സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുത്തൻ ഉടുപ്പും ബാഗും കുടയുമെല്ലാം വാങ്ങാനുള്ള തിരക്കിലാണ് രക്ഷിതാക്കളും കുട്ടികളും. നോട്ട്ബുക്ക്, ബാഗ്, കുട, ചെരുപ്പ്, പെൻസിൽ, പേന, യൂണിഫോം തുടങ്ങി റെയിൻകോട്ടിനടക്കം മികച്ച വിൽപ്പനയാണ് നടക്കുന്നത്. കാലാനുസൃത മാറ്റങ്ങളോടെയുള്ള പഠനോപകരണങ്ങളുടെ കമനീയ ശേഖരമാണ് ഇത്തവണയും വിപണിയിലുള്ളത്. ചൈനീസ് ബാഗുകളും കുടകളുമാണ് ഇത്തവണയും മുന്നിൽ. ബെൻടൻ, സ്പൈഡർമാൻ, മിക്കി മൗസ്, ബാർബിഡോൾ, BTS, യൂണിക്കോൺ തുടങ്ങി കുട്ടികളുടെ ഇഷ്ട കഥാപാത്രങ്ങളെല്ലാം ബാഗുകളിലും കുടകളിലും ടിഫിൻ ബോക്സുകളിലും ഇടം പിടിച്ചിട്ടുണ്ട്. 300 രൂപ മുതൽ 1400 രൂപ വില വരെയാണ് സാധാരണ ബാഗുകളുടെ വില. മുതിർന്ന കുട്ടികൾക്കായി വ്യത്യസ്ത കളർ കോമ്പിനേഷനും ഡിസൈനുമുള്ള ബാഗുകളുമുണ്ട്. മിക്ക ഇനങ്ങൾക്കും ഇത്തവണ വില വർദ്ധിച്ചത് സാധാരണക്കാർക്ക് തിരിച്ചടിയാണ്. നോട്ട്ബുക്കുകൾക്ക് 5 രൂപ മുതൽ 10 രൂപ വരെ വില കൂട്ടിയിട്ടുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റമാണ് വിപണിയിൽ വില കൂടാൻ കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ജീവിത ചെലവ് ദിവസേന വർദ്ധിക്കുമ്പോഴാണ് സ്കൂൾ വിപണിയും കുടുംബങ്ങളെ പൊള്ളിക്കുന്നത്. പൊതുവിപണിയിലെ വില വർധനവ് കാരണം ആളുകൾ കൂടുതലായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ കൺസ്യൂമർ ഫെഡിന്റെ വിപണന മേളകളും സജീവമാണ്. കുട്ടികൾക്ക് വേണ്ടി വാങ്ങിക്കാൻ വന്നതാണ് സാധനങ്ങൾ. പക്ഷെ മുൻ വർഷത്തെ അപേക്ഷിച്ച് നല്ല വില തോന്നുന്നുണ്ട്. ഇപ്പോൾ സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ബാഗിന് നല്ല വിലയുണ്ട്. 1000 എടുത്തിട്ട് തന്നെ കിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ 1000 രൂപ വരുന്നുണ്ട്. ക്വാളിറ്റിനൊക്കെ നല്ല വില കൂടുതലുണ്ട്. 55 റേറ്റിലൊക്കെ വരുന്നുണ്ട്. മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയ നടനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വിട പറഞ്ഞിട്ട് 18 വർഷം. മലയാളത്തുമുള്ള നടൻ എന്ന വിശേഷണം ചേരുന്ന നടന്മാർ ഒട്ടനവധി ഉണ്ടാകും ആരാധകർക്ക് ചൂണ്ടിക്കാണിക്കാൻ. പക്ഷേ മലയാളിത്തവും അഭിനയ കലയുടെ പരപ്പും ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന അപൂർവം നടന്മാരിൽ ഒരാളാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഇന്നും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് ആരാധകർ ഏറെയുണ്ട്. 2006 മെയ് 27-നായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മരിച്ചത്. കലയിൽ സംഗീതമായിരുന്നു അദ്ദേഹത്തിന് ആദ്യം കൂട്ട്. 1944 ഫെബ്രുവരി 13-ന് തൃശൂർ വടക്കാഞ്ചേരിയിൽ ഏങ്കക്കാട്ട് ഒടുവിൽ വീട്ടിൽ കൃഷ്ണമേനോന്റെയും പാറുക്കുട്ടി അമ്മയുടെയും മകനായാണ് ഉണ്ണികൃഷ്ണൻ ജനിച്ചത്. തബല, മൃദംഗം എന്നിവ ചെറുപ്പത്തിലെ അഭ്യസിച്ചു. സംഗീത ട്രൂപ്പുകളിൽ കലാജീവിതം തുടങ്ങി. ഒടുവിൽ KPSC, കേരള കലാവേദി തുടങ്ങിയിടങ്ങളിൽ പ്രവർത്തിച്ചു. 1970-ൽ ദർശനം എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തി. ഇന്നും ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റേതായിട്ടുള്ളത്. ദേവാസുരത്തിലെ പെരിങ്ങോടർ, അനിയൻ ബാവ ചേട്ടൻ ബാവ സിനിമയിലെ കഥാപാത്രം, ഒരു ചെറുപുഞ്ചിരിയിലെ കഥാപാത്രം, പ്രേം പൂജാരിയിലെ കഥാപാത്രം, വളയത്തിലെ കഥാപാത്രം, അങ്ങനെ ഒട്ടേറെയുണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റേതായിട്ട്. ചിരിപ്പിക്കുന്ന വേഷങ്ങളും ഒടുവിൽ മികച്ചതാക്കി, അതേപോലെ വിഷമത്തിലാക്കുന്നതും. ഏതുതരം കഥാപാത്രമായാലും അത് മികവുറ്റതാക്കുകയായിരുന്നു ഒടുവിൽ. നാട്ടുവരമ്പത്തോടെ നടക്കുന്ന ഗ്രാമീണനായിട്ടാകും ഒടുവിൽ ഉണ്ണികൃഷ്ണനെ മലയാളികൾ ഓർക്കുക. നാട്ടുനന്മയും ശുദ്ധമനസ്സും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കഥാപാത്രങ്ങളിൽ മിക്കവർക്കുമുണ്ട്. ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ലാളിത്യവും നിഷ്കളങ്കതയും ആ കഥാപാത്രങ്ങൾക്കും ചേരുകയായിരുന്നുവെന്നും പറയാം. എത്ര തന്മയത്വത്തോടെയായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ വേഷപ്പകർച്ചയെന്ന് മലയാളി പ്രേക്ഷകർക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. വെറും ചിരിയായിരുന്നില്ല, ഉൾക്കരുത്തുള്ള പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ പേറിയ കഥാപാത്രങ്ങളും ഒടുവിൽ ഉണ്ണികൃഷ്ണന്റേതായിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിഴൽക്കൂത്ത് എന്ന സിനിമയിലെ കാളിയപ്പൻ എന്ന കഥാപാത്രത്തിലൂടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സംസ്ഥാനത്തെ മികച്ച നടനായി. അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ സംവിധാനം ചെയ്ത കഥാപുരുഷൻ എന്ന സിനിമയിലെ അഭിനയത്തിനും സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത തൂവൽ കൊട്ടാരം എന്ന സിനിമയിലെ അഭിനയത്തിനും മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിരുന്നു. ഓരോ കഥാപാത്രത്തെയും സ്വന്തം നാട്ടിൽ കണ്ടെത്താൻ പോന്ന വിധം പ്രേക്ഷകന് അടുപ്പമുള്ളവരാക്കിയായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മാഞ്ഞുപോയത്. തൃശൂരിലെ പെറ്റ് ഷോപ്പിൽ വൻ കവർച്ച. പെരിങ്ങാവ് SN പെറ്റ് ഷോപ്പിലാണ് കവർച്ച നടന്നത്. സ്ഥാപനത്തിലുണ്ടായിരുന്ന മുന്തിയ ഇനത്തിൽപ്പെട്ട 6 വളർത്തു നായകളെയും
വിദേശ ഇനത്തിൽപ്പെട്ട 5 പൂച്ചകളെയും കവർന്നു. 1 ലക്ഷം രൂപ വില വരുന്ന നായകളെയും പൂച്ചകളെയുമാണ് കവർന്നത്. കവർച്ചയുടെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. മുഖം മറച്ചുകൊണ്ട് കടയിൽ കയറിയ യുവാവിന്റെ ദൃശ്യങ്ങളാണുള്ളത്. കൂട് തുറന്ന ശേഷം നായ്ക്കുഞ്ഞുങ്ങളെ എടുത്ത് ചെറിയ കൂട്ടിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് പൂച്ചകളെയും പിടിച്ചുകൊണ്ടുപോയി. സംഭവത്തിൽ സ്ഥാപനമുടമ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:30യോടെയാണ് മോഷണം നടന്നത്. സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് തൃശൂർ അതിരൂപത KCBC മദ്യവിരുദ്ധ സമിതി ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VM അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ലിജോ ഫ്രാൻസിസ്, രാജു പാറപ്പുറം, ജോസ് ആലപ്പാട്ട്, ജോസ് വടക്കേത്തല, പോൾസൺ തേർമടം, ആനിമേറ്റർ സിസ്റ്റർ എൻസ്വിസ്, ഷീന ജോസ് എന്നിവർ നേതൃത്വം നൽകി. മദ്യനിരോധന സമിതി ജനറൽ സെക്രട്ടറി CC സാജൻ, അതിരൂപത ഡയറക്ടർ ഫാദർ ദേവസി പന്തലുകാരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS എബ്രാഹം, സെക്രട്ടറി സിജോ ഇഞ്ചോടിക്കാരൻ, DMK സംസ്ഥാന അഡ്വൈസറി കമ്മിറ്റി അംഗം അൻവർ അബ്ദുള്ള, റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ CP ഡേവിസ്, മദ്യവിമോചന മഹാസഖ്യം രക്ഷാധികാരി EA ജോസഫ്, മാധ്യമപ്രവർത്തകൻ ജോയ് മണ്ണൂർ, ശശി നെട്ടിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. കാലാവസ്ഥ. കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2-ന് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഇന്റർവ്യൂ നടത്തുന്നു. റിലേഷൻഷിപ്പ് മാനേജർ, ഫിനാൻഷ്യൽ അഡ്വൈസർ, യൂണിറ്റ് മാനേജർ, കളക്ഷൻ എക്സിക്യൂട്ടീവ്സ്, അക്കൌണ്ടന്റ്, ഓഡിറ്റർ, ബ്രാഞ്ച് മാനേജർ, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, ടെലികോളർ, കൌൺസിലർ എന്നിവയാണ് ഒഴിവുകൾ. പങ്കെടുക്കുന്നവർ സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർ ആയിരിക്കണം. ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 250 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോൺ നമ്പർ 9446228282. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം, ഇംഗ്ലീഷ്, ഫിസിക്കൽ സയൻസ് വിഷയങ്ങളിൽ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ 10-ന് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ 9495062830. സംസ്ഥാന കൈത്തറി പരിപോഷണ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി ടെക്സ്റ്റൈൽസ് ഡിസൈനർമാർക്ക് തൊഴിലവസരം ഒരുക്കുന്നു. നിഫ്റ്റ് NID-കളിൽ നിന്ന് ടെക്സ്റ്റൈൽസ് ഡിസൈനിംഗ് അല്ലെങ്കിൽ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി ഡിഗ്രി, ഡിപ്ലോമ എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂർ, PO കിഴുന്ന, തോട്ടട, കണ്ണൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. www.iihtkannur.ac.in എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ 0497283539 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ ആവശ്യമുണ്ട്. UGC മാനദണ്ഡങ്ങൾ അനുസരിച്ച് യോഗ്യതയുള്ളവരും തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കുമാണ് അവസരം. വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി മെയ് 30-ന് രാവിലെ 11-ന് കൂടിക്കാഴ്ചയ്ക്ക് കോളേജിലെത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ നമ്പർ 046622122223. സ്വർണവില. സ്വർണം ഗ്രാമിന് 6665 രൂപ, പവന് 53,320 രൂപ. പൂക്കോട് പാലക്കുന്ന് മാളിയേക്കൽ കൂടലി വറീദ് ഭാര്യ കുഞ്ഞനം അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മോളി, സിസിലി, ഷൈനി, ഷീബ എന്നിവർ മക്കളും ജോൺസൺ, ഷാജു, പോൾസൺ, രാജേഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മാപ്രാണത്ത് നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിറകിൽ സ്കൂട്ടർ ഇടിച്ച് ഗൃഹനാഥന് ദാരുണാന്ത്യം. അപകടം മക്കളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ. ആലങ്ങാട് VFPCK സ്വാശ്രയ കർഷക സമിതിയുടെ 26ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു.
കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. AISF പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KA അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു. മധ്യവേനൽ അവധിക്ക് വിട പറഞ്ഞ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സ്കൂൾ വിപണിയും സജീവമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.